മുണ്ടക്കയം, കപ്പിലാമൂട്, ആനിക്കുന്നം മേഖലകളിൽ അലഞ്ഞുതിരിയുന്ന കന്നുകാലികൾ വ്യാപകമായി കൃഷിനാശം വരുത്തുന്നതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ രംഗത്ത്. നാളുകളായി തുടരുന്ന ഈ ദുരിതത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനും ഉടമകളെ കണ്ടെത്തി നാശനഷ്ടത്തിന് പരിഹാരം ഈടാക്കുന്നതിനുമായി പ്രദേശവാസികൾ സംഘം ചേർന്ന് 6ഓളം കന്നുകാലികളെ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ പിടിച്ചുകെട്ടി. പ്രദേശത്ത് 20ലധികം കന്നുകാലികളാണ് മാസങ്ങളായി അലഞ്ഞുതിരിയുന്നത്. പുലർച്ചെ കറവ കഴിഞ്ഞയുടനെ ഉടമകൾ ഇവയെ കയറൂരി വിടുകയാണ് പതിവെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കൂട്ടമായി എത്തുന്ന കന്നുകാലികൾ വേലികൾ തകർത്ത് കൃഷിയിടങ്ങളിൽ കയറി വലിയ നാശനഷ്ടമാണ് വരുത്തുന്നത്. ബാങ്ക് വായ്പയെടുത്തും മറ്റും കർഷകർ മാസങ്ങളോളം അധ്വാനിച്ചു വളർത്തിയെടുത്ത കൃഷിയാണ് ഇവ നിമിഷം നേരം കൊണ്ട് തിന്നു തീർക്കുന്നത് എന്ന് പ്രദേശത്തെ കർഷകർ പറയുന്നു. ഞങ്ങൾ കർഷകരാണ്. ഞങ്ങൾ ഒരു കഴിഞ്ഞ വർഷം ഇഞ്ചി മഞ്ഞൾ പഞ്ചായത്തിൽ തന്നെ കിട്ടുന്നതാണ്. കിഴങ്ങുവർഗവും എല്ലാം കിട്ടി. ഞങ്ങൾ ഇവിടെ കൃഷി ചെയ്തെല്ലാം ഇരിക്കുക. 1500 മൂട് കപ്പ, പിന്നെ കുറേ വാഴ, പിന്നെ ഈ 450 രൂപ 500 രൂപയൊക്കെ കൊടുത്താണ് ഞങ്ങൾ ഈ ഓരോ ഇവരോട് വരുമ്പം പ്ലാവ് മാവ് ഒക്കെ അങ്ങനെയുള്ളത് റംബൂട്ടാനൊക്കെ മേടിച്ച് വെക്കുന്നത്. ഇത് മുഴുവൻ ഈ പശുക്കൾ വന്ന് 14 ആന പോലിരിക്കുന്ന പശുക്കളാണ് വന്ന് ഇതെല്ലാം തിന്നത്. 14 ഞങ്ങൾ ഒരു ദിവസം ഞാൻ എണ്ണിയതാണ് 14 എണ്ണം. അത് വന്ന് എല്ലാം കൂടെ അങ്ങോട്ട് വന്ന് നശിപ്പിച്ച് രാത്രിയിലൊക്കെ വന്ന് കയറി ഇറങ്ങി കുറേ ഞങ്ങൾ ഈ പച്ചക്കറിയൊക്കെ നടത്തുമായിരുന്നു. ആ പച്ചക്കറി മുഴുവൻ നശിപ്പിച്ച് ചവിട്ടി മെതിച്ച് മുഴുവൻ കളഞ്ഞ് ദണ്ണം വരുന്ന കാര്യമല്ലേ ഇതൊക്കെ. ഒരു പ്രാവശ്യം ഓടിച്ചങ്ങ് വിടും. ഓടിച്ച് വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ അതുപോലെ തന്നെ വേറെ ഓരോരുത്തരുടെയും പറമ്പിൽ കൂടെ പോയി തിന്നേച്ച് വീണ്ടും അത് വരും. അങ്ങനെ വന്ന് ഈ ഗ്രൗണ്ടിലാണ് വന്ന് കിടക്കുന്നത് രാത്രി മഴ. അത് ഞാൻ മിനിഞ്ഞാന്ന് ഇങ്ങനെ വന്നപ്പം ഈ ചാണകം കിടക്കുന്നത് ഞാൻ കണ്ടില്ല. ചാണകത്തെ ചവിട്ടി വീണ് എൻ്റെ ഫോൺ പൊട്ടിപ്പോയി, എൻ്റെ മുട്ട് ചിരട്ട പോയി, എൻ്റെ കാലിൽ നീരട്ടി ഞാൻ ആശുപത്രി പോകണം. ഇന്നലെ ഞാൻ വീണതാണ് ഈ ചാണകത്തെ ചവിട്ടി. ഇത് നമ്മളറിയാം, നമ്മുടെ പശുക്കളില്ലാത്തതുകൊണ്ട് നമുക്കറിയില്ല ഈ ചാണകം ഇവിടെ കിടപ്പുണ്ടെന്നുള്ള വരാം. ഞാൻ എൻ്റെ ചാണകത്തെ ചവിട്ടി ഞാൻ കടയിലോട്ട് കയറി വന്നപ്പോഴത്തേന് ഞാനങ്ങ് വല്ലാതങ്ങ് വീണ് പോയിരുന്നേ. ഇന്നലെ ഞങ്ങൾ അവിടെ കുറേ പേര് പ്രാർത്ഥനയ്ക്കൊക്കെ വന്നായിരുന്നു. അന്നേരം അവരൊക്കെ കണ്ട് ഞാൻ വീഴുന്നതൊക്കെ. കൃഷിനാശത്തിന് പുറമെ പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും ഇവ ഭീഷണിയാകുകയാണ്. റോഡിലൂടെ കൂട്ടമായി നീങ്ങുന്ന കന്നുകാലികൾ സ്കൂൾ കുട്ടികളെ ഉൾപ്പെടെ ആക്രമിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. രാത്രികാലങ്ങളിൽ വീടുകളിൽ അതിക്രമിച്ചു കയറുന്ന ഇവ മുറ്റത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന ഇരുചക്ര വാഹനങ്ങൾ തട്ടിമറിച്ചിട്ട് കേടുപാടുകൾ വരുത്തുന്നതും പതിവായിരിക്കുകയാണ്. ഈ പശുവിനെ രാവിലെ രാത്രിയിലും മുഴുവനും അഴിച്ചു വിട്ടേക്ക്. ഈ പശു ആനിക്കുന്ന് വഴി വരെയാണ് പോകുന്നത്. ഇവിടങ്ങളിലെല്ലാം കിണറും അതുപോലെ കുളവും അതും ഇതുമൊക്കെ ഉള്ളതാണ്. അതിനകത്തൊക്കെ ചാടിക്കഴിഞ്ഞിട്ട് വന്ന് പരാതി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഒരു 2 വർഷത്തിന് മുമ്പും ഇതുപോലെ തന്നെയാണ്. ആ ഇവിടെ കരോട്ട് ഒരു പശു വന്ന് ചാടിയിട്ട് ചത്ത് ചീഞ്ഞിട്ട് ആരും അറിഞ്ഞില്ല. അവർ കിണറ്റിൽ വെള്ളം കോരാൻ ചെല്ലുമ്പോഴത്തേക്ക് പശു ചീഞ്ഞ് ചത്ത് കിടക്കുക. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ കിടന്നുകൊണ്ട് പരാതിപ്പെട്ടിട്ട് ഒന്നും കാര്യമൊന്നുമില്ല. ഇവർക്ക് പശുവിനെ വേണ്ട, ഇവരാർക്കെങ്കിലും കൊടുക്കട്ടെന്നേ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ വീടിൻ്റെ അവിടെ പശു വന്നിട്ട് ബൈക്കെല്ലാം തള്ളി താഴെയിട്ട് കേട്ടോണോ. എന്നിട്ട് വീടിൻ്റെ പുറകിൽ കൂടെ പോയിട്ട് രാത്രി മുഴുവൻ നമുക്ക് പേടിച്ചിട്ട് കിടന്നുറങ്ങത്തില്ല. അപ്പം നമ്മൾ ഓർക്കും വല്ല കള്ളന്മാർ വന്ന്. അത് കഴിഞ്ഞ് പിറ്റേന്ന് നേരം വെളുക്കും പശുക്കൾ നിരന്ന് വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഉണ്ടോ, ഞങ്ങൾ രാവിലെ വെളുപ്പിനെ പണിക്ക് പോകുന്ന ഞങ്ങൾ 6-10 ആകുമ്പോൾ ഇവിടുന്ന് പണിക്ക് പോകും. ഞങ്ങൾ വരുന്ന വഴിക്കെല്ലാം പശുക്കൾ ഈ റോഡിൽ ഇവിടെ എല്ലാം കിടക്കുക. 4, 5, 6, 8 പശുക്കൾ കിടക്കുക. എന്നിട്ട് കുഞ്ഞക്കിടാക്കളും. അപ്പോൾ ഇതുങ്ങളെ തട്ടിയല്ലേ നമ്മൾ പോകുന്നത്. അതിനകത്ത് വല്ല മോരിക്കുട്ടന്മാർ വല്ലതും ഉണ്ടെങ്കിൽ നമ്മളെ കുത്തി തന്നെ ചെയ്യും. മാസങ്ങൾക്ക് മുമ്പ് അലഞ്ഞുതിരിഞ്ഞ കന്നുകാലികളിൽ ഒരെണ്ണം സമീപത്തെ കുളത്തിൽ വീണ് ചത്തിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം പ്രദേശത്ത് ദുർഗന്ധം വമിച്ചപ്പോഴാണ് നാട്ടുകാർ വിവരം അറിയുന്നത് തന്നെ. ഇത് വലിയ രീതിയിലുള്ള ആരോഗ്യ ഭീഷണിക്കും കുടിവെള്ള മലിനീകരണത്തിനും കാരണമായിരുന്നു. 50 മൂട് കപ്പ ഇട്ടിട്ടുണ്ട്. കപ്പ മൊത്തം തിന്ന് നശിപ്പിച്ച്. രാത്രി എൻ്റെ കാല് വയ്യ, മുട്ടുവേദനയായിട്ട് എനിക്ക് ഓടിക്കാനൊന്നും പറ്റില്ല. പിന്നെ തിന്നട്ടെന്ന് വെച്ച് ഞാനിപ്പം ഒന്നും ചെയ്യുന്നില്ല. ഇതിലെയാ പശുക്കൾ. എൻ്റെ വീട് എൻ്റെ അപ്പുറത്താണ്. മേഖലയിൽ ഭീതിയും സാമ്പത്തിക നഷ്ടവും വിതയ്ക്കുന്ന കന്നുകാലികളുടെ യഥാർത്ഥ ഉടമസ്ഥരെ അടിയന്തരമായി കണ്ടെത്തണമെന്നും കർഷകർക്കുണ്ടായ ഭീമമായ നഷ്ടത്തിന് കൃത്യമായ നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ അധികൃതർ ഇടപെടണമെന്നുമാണ് പ്രദേശവാസികളുടെ ശക്തമായ ആവശ്യം.